മീനച്ചിൽ താലൂക്ക് യൂണിയൻ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലാ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് മഹിളാ സംഘം, യൂത്ത് ഫെഡറേഷൻ, ഗായത്രി പുരുഷ വനിതാ സ്വയം സഹായ സംഘം, VSS ബാലസംഘം എന്നിവ സംയുക്തമായി വിശ്വകർമ്മ ദിനാഘോഷം നടന്നു. സാംസ്കാരിക സമ്മേളനം ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാവരും സംസാരിക്കാറുള്ള ഒരു കാര്യം മാനവിക സംസ്കാരം, മാനവീയ രാശി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിനെപ്പറ്റി, ആ സംസ്കാരത്തിനെയൊക്കെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ആദ്യ മുതൽ ശാസ്ത്രമൊക്കെ തുടങ്ങുന്നതിന് മുമ്പുള്ള ആ തുടക്കം എന്ന് പറഞ്ഞ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഒന്ന് ഫയറാണ്, തീയാണ് പണ്ട് കാലത്ത്. അതിനുശേഷം നമ്മൾ ചക്രത്തിലേക്ക് വരികയാണ്, വീലിലേക്ക് വരികയാണ്. അതിനുശേഷമാണ് നമ്മൾ പല നിർമ്മിതികളും നമ്മൾ ഉണ്ടാകുന്നത്. വിശ്വകർമ്മ നഗർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ബിനു സുരേഷിന്റെ അധ്യക്ഷതയിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ VSS ജില്ലാ പ്രസിഡന്റ് ബിനു പുള്ളുവലിൽ മുഖ്യാതിഥിയായിരുന്നു. നിങ്ങളുടെ സഹവർത്തിത്വത്തിലൂടെ നിങ്ങളുടെ പാതകൾ പിന്തുടർന്ന് CPIM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും പോസ്റ്ററുകൾ ഒട്ടിച്ച് വരെ നിങ്ങളുടെ കൂടെ നടക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ വംശത്തെ പരിഗണിച്ചേ മതിയാവൂ. എത്ര കാലമായി എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ കുഞ്ഞിലെ തൊട്ട് കേൾക്കുകയാണ് സെപ്റ്റംബർ 17 അവധിയാക്കുക. കേട്ട് മടുത്തു. ഞാൻ ചുമതലയിൽ വന്ന കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് പോലും നിവേദനം കൊടുക്കരുതെന്ന്. ഒരാൾക്ക് പോലും നിങ്ങൾ നിവേദനം കൊടുക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. എത്ര കാലം നമ്മൾ നമ്മുടെ നട്ടല് വളച്ച് ഇങ്ങനെ വിനയാന്വിതനായിട്ട് എത്ര പേർക്ക് കൊടുത്തു. VSS സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദ് തച്ചുവേലിൽ സംഘടനാ സന്ദേശം നൽകി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് സമ്മാനദാനവും CPIM ഏരിയ സെക്രട്ടറി സജേഷ് ശശി മുതിർന്നവരെ ആദരിക്കുകയും ചെയ്തു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി V സുകുമാരൻ സ്വാഗതം ആശംസിച്ച സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി റെജി കുമാർ, സംസ്ഥാന കൗൺസിലർ KV ഷാജി, മഹിളാ സംഘം യൂണിയൻ സെക്രട്ടറി ലതിക ഭാസ്കർ, മഹിളാ സംഘം യൂണിയൻ പ്രസിഡന്റ് ഗീത രാജു, കലാവിഭാഗം കൺവീനർ വിപിൻ കെ ദാസ്, ശിവജി അറ്റ്ലസ്, ശശി കിടങ്ങൂർ, സിന്ധു ആണ്ടൂർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. താലൂക്ക് യൂണിയൻ ട്രഷറർ രാധ ബിജു കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധയിനം കലാപരിപാടികളും നടന്നു. i4A ന്യൂസ്, പാലാ.